ഡി ധനസുമോദ് ഡൽഹിയിൽ നിന്ന് വരണമായി. സുമോദ്, ഈ സന്തോഷ് കുമാർ കുറെ കൂടി CPI യുടെ നിലപാട് തുറന്നു പറയുന്നുണ്ട് നമ്മളോട്. ആ തുറന്നു പറയുന്നതിന് ശേഷമാണല്ലോ ഇപ്പോൾ TP രാമകൃഷ്ണൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ CPM ഉം ഇക്കാര്യത്തിൽ വ്യത്യസ്ത തട്ടിലാണ്. LDF ഓരോ ഘടകകക്ഷിയും വെവ്വേറെ പരിശോധിക്കട്ടെ തെരഞ്ഞെടുപ്പ് തോൽവി എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള റിപ്പോർട്ടായിരിക്കും LDF വരിക. ആദ്യം സാധാരണ ഇത്തരത്തിലുള്ളൊരു വ്യത്യസ്തമായ ഒരു അഭിപ്രായം പറയുന്ന CPI നേതാക്കന്മാരെ പൂർണ്ണമായും തള്ളിക്കളയുന്ന ഒരു നിലപാടാണ് സാധാരണ CPM നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല ഉണ്ടായിരിക്കുന്നത്. TP രാമകൃഷ്ണൻ പറയുന്നത് ഓരോ പാർട്ടിയും അവർ പറയുന്നത് CPIയുടെ സന്തോഷ് കുമാർ മീഡിയ വണ്ണോട് പറഞ്ഞതിനെക്കുറിച്ചുള്ള അഭിപ്രായം CPI നേതാക്കൾ തന്നെ പറയട്ടെ എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം ചേർന്ന LDF യോഗത്തിൽ ഇക്കാര്യങ്ങൾ തോൽവിയെ സംബന്ധിച്ച് വിശദമായ ചർച്ച നടന്നിട്ടില്ല. വിശദമായ ചർച്ച നടക്കുന്നത് പ്രാഥമികമായ ചർച്ച മാത്രമാണ് നടന്നിരിക്കുന്നത്. ഈ ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ് തിരിച്ചടി നേരിട്ടത് എന്നുള്ളൊരു കാര്യത്തിൽ വിശദമായ ഒരു വിലയിരുത്തൽ CPM പ്രത്യേകം സംസ്ഥാന സമിതിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും അടുത്ത് തന്നെ കൂടും. അതിനുശേഷം ജനുവരി മാസത്തിൽ ആദ്യത്തെ ആഴ്ചയായിരിക്കും ഇനി LDF യോഗം നടക്കുന്നത്. അപ്പോൾ ഓരോ പാർട്ടിക്കാരും ഓരോ പാർട്ടി നേതാക്കന്മാരും അവരവരുടെ പാർട്ടികളിലെ ചർച്ച ചെയ്തതിന് ശേഷം ഈ തിരിച്ചടിക്കുള്ള കാരണം എന്താണ് എന്നുള്ള ചർച്ച ചെയ്തതിന് ശേഷമുള്ള ഒരു അഭിപ്രായ ഒരു പങ്കുവയ്ക്കൽ ഉണ്ടാവുന്നത് ജനുവരി മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിലെ LDF യോഗത്തിൽ തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ സന്തോഷ് കുമാർ പറഞ്ഞത് വളരെ കൃത്യമാണ്. കാരണം ഈ തിരിച്ചടി ഉണ്ടായില്ല, അതായത് ശബരിമല വിഷയം ഉൾപ്പെടെയുള്ളവ തിരിച്ചടിക്ക് പ്രധാനപ്പെട്ട കാരണമായി എന്ന് തന്നെയാണ് പറയുന്നത്. മാത്രമല്ല ഈ പത്മകുമാറിനെ പോലുള്ള ആളുകൾ ഇടത് നേതാക്കൾ എന്നാണ് ഇപ്പോഴും അവരെ വിശേഷിപ്പിക്കുന്നത്. ഇടത് നേതാക്കന്മാർ ജയിലിൽ എന്നുള്ള ഒരു വ്യാഖ്യാനം തന്നെയാണ് ദേശീയ മാധ്യമങ്ങളിൽ അടക്കം വരുന്നത്. ഇത് ഇടതുപക്ഷ മുന്നേറ്റത്തിന് തന്നെ വലിയ ദോഷമാണ്. ഇവർ മുൻ ഇടതുപക്ഷ നേതാക്കന്മാർ എന്നായിരുന്നു ഇവരെ കുറിച്ച് വിശേഷിപ്പിക്കേണ്ടിയിരുന്നത് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. അപ്പോഴും നമ്മൾ എടുത്തു ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഒരു മുൻ ഇടത് നേതാവ് എന്ന് പറയുന്നത്? കാര്യം അദ്ദേഹം ഇപ്പോഴും ജില്ലാ നേതാവായി തന്നെ തുടരുകയാണ്. അദ്ദേഹത്തിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാനായിട്ട്, ഒരു ശാസന നൽകാൻ പോലും CPM തയ്യാറായിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. പക്ഷേ അന്വേഷണം തീരുന്നവരെയെങ്കിലും പത്മകുമാറിനെ ഒരു പുറത്ത് നിർത്തേണ്ടതായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായം കൂടിയാണ് സന്തോഷ് കുമാർ പറയുന്നത്. ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനത്തോട് വലിയ കാര്യമായ പ്രതികരണം CPM നേതാക്കന്മാർ നടത്തുന്നില്ല എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്. ശരി സുമോദ്.